ഈ ചടങ്ങിന് എന്നെ വിളിച്ചപ്പോ ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സിനിമാ താരത്തെ ഞാൻ സംഘടിപ്പിച്ചു തരാം, നിങ്ങൾക്ക് ആവശ്യം ആരെയാണെന്ന് പറയും, ഞാൻ സംഘടിപ്പിച്ചു തരാം, പക്ഷേ എന്നെ ഒഴിവാക്കണം, കാരണം എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. അപ്പോ എന്നോട് പറഞ്ഞു, ഇല്ല, നിങ്ങളെപ്പോലുള്ള ഒരാളാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഈ പോലുള്ള എന്നതിന്റെ അർത്ഥം എനിക്ക് ഇന്നും പിടികിട്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ ചെയ്ത 3 സിനിമകളാണ് എന്നെ ഇവിടെ ഈ വേദിയിൽ നിർത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോ റിലീസായിരിക്കുന്ന ട്രാഫിക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസംഗിക്കാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്നെപ്പറ്റി പറയും. ഒരു ഏകദേശം 1.5 വർഷം മുമ്പ്, അതായത് കാസനോവ എന്ന് പറയുന്ന ഒരു സിനിമ, അതിന്റെ തിരക്കഥ ഞാൻ പൂർത്തിയാക്കിയ സമയം, ആ സമയത്താണ് ട്രാഫിക് ഞാൻ എഴുതാൻ ആരംഭിക്കുന്നത്. ഏതാണ്ട് ഇതേ സമയത്താണ് എനിക്കൊരു പെൺകുട്ടി ജനിക്കുന്നത്. അപ്പോ അതിന്റെ സന്തോഷത്തിലാണ് എനിക്ക് എന്താ പറയാ, നിങ്ങളുടെ വിസ്മയം കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് പ്രായം തോന്നുന്നില്ല എന്നായിരിക്കും. 36 വയസ്സുള്ള ഒരാളാണ് ഞാൻ. അപ്പോ ഈ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എഴുതി തുടങ്ങുന്നത് ആ ഒരു സന്തോഷത്തിലാണ്. ആ ഒരു സന്തോഷത്തിൽ എഴുതി തുടങ്ങി ഇതിന്റെ സംവിധായകൻ രാജേഷ് പിള്ളയുമായുള്ള ചർച്ചകൾ തുടരുന്ന സമയത്ത് ഒരു 18 ദിവസം വളരെ സുഗമമായി ഈ സ്ക്രിപ്റ്റ് മുമ്പോട്ട് പോയി. ഒരു 19-20ാമത്തെ ദിവസമായപ്പോ മുമ്പോട്ട് എങ്ങനെ ചെയ്യണം, ഈ കഥ മുമ്പോട്ട് എങ്ങനെ പോകും എന്നറിയാതെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോഴാണ് എന്റെ കുഞ്ഞിന് ഒരു സർജറി ആവശ്യമായി വരുന്നത്. അങ്ങനെ 18 ദിവസം 19 ദിവസം പ്രായമുള്ള എന്റെ കുഞ്ഞ് സർജറിക്ക് വേണ്ടി കയറി. ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ട്രാഫിക് ഇല്ല, ഒന്നുമില്ല. കഴിഞ്ഞ അത്ര വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും എന്താ പറയാ ബുദ്ധിമുട്ടേറിയ ഒരു സമയം അതായിരുന്നു. നമ്മളുടെ മനസ്സിൽ കഥ വരില്ല, ഒന്നും വരില്ല. അപ്പോ കഥ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതൊക്കെ മറന്നു. അങ്ങനെ കുട്ടിയുടെ സർജറി, കുട്ടിയുടെ കാര്യങ്ങൾ മാത്രമായി എന്റെ ചിന്ത. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് ഈശ്വരാനുഗ്രഹത്താൽ കുഴപ്പമൊന്നുമില്ലാതെ അവള് പുറത്തിറങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ ഈ തിരക്കഥയിലേക്ക് പോയപ്പോ എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് തന്നെ എനിക്ക് ആ ബ്ലോക്ക് മാറി കിട്ടി. ഒരുപക്ഷെ എന്നെ അത്ര കാലം ഞാൻ ആശുപത്രിയിൽ ഞാൻ അനുഭവിച്ച ഒരു ദുരന്ത കാലമുണ്ട്. അതാണ് ഒരുപക്ഷെ എന്റെ ബ്ലോക്ക് മാറ്റി തന്നതെന്ന് വരെ എനിക്ക് തോന്നി. കാരണം തീവ്രാനുഭവങ്ങളാണ് നമ്മളെ എല്ലാ ബ്ലോക്കും മാറ്റിത്തരുന്നത്. അങ്ങനെ വീണ്ടും എഴുത്തു തുടങ്ങി വീണ്ടും സുഗമമായി എല്ലാം പോകുന്ന ഒരവസ്ഥയിൽ ഞാൻ എന്റെ വീട്ടിലിരുന്ന് എഴുതാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും അമ്മയുമാണ് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ഒരിക്കൽ ഈ സ്ക്രിപ്റ്റ് എഴുതി ഇതിന്റെ ഒരു ഇന്റർവെല്ല് വരെയുള്ള പോർഷൻ തീർക്കുന്ന സമയമാണ്. ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നത്, ഇതിൽ 32ാം സീൻ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു വലിയ ഒരു സഫക്കേഷന്റെ ശബ്ദം കേൾക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്റെ ഭാര്യയുടെ അച്ഛൻ കിടക്കയിൽ കിടന്ന് പിടയാണ്. അത് നെഞ്ചത്ത് അമർത്തി പിടിച്ചു, വല്ലാതെ ഒരു സഫക്കേഷൻ. അപ്പൊ വേറെ ആരും ഇല്ല അത് കൊണ്ടുപോകാൻ. അപ്പോ ഞാൻ അദ്ദേഹത്തെ കോരിയെടുത്ത് കാറിലിട്ട് എറണാകുളത്ത് ശനിയാഴ്ചയുള്ള വൈറ്റില ജംഗ്ഷൻ നിങ്ങൾക്കറിയാം. ഈ വൈറ്റില ജംഗ്ഷനിലൂടെ വൺ വേ തെറ്റിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു വേഗതയേറിയ കാറിൽ പോകാൻ പേടിയുള്ള ഞാൻ ഒരു 120 കിലോമീറ്റർ സ്പീഡില് ഒരു വൈറ്റിലയിൽ ട്രാഫിക് തെറ്റിച്ച് വൺ വേ തെറ്റിച്ച് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുമ്പോൾ എന്റെ പിന്നാലെ 3 പോലീസ് ജീപ്പുണ്ട്. അതായത് ഇത് ആര് എന്നറിയാം. അങ്ങനെ ഈ പോലീസുകാരെ പറഞ്ഞു വിടുന്നു. പോലീസുകാരെ പറഞ്ഞു വിട്ടിട്ട് ഫാദറിന്റെ ഐസിയുലാകും. ഐസിയുലായി ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് വേറെ 2 മക്കളുണ്ട്. അപ്പൊ അന്ന് രാത്രിയിൽ ഡോക്ടറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹം വെന്റിലേറ്ററിലാണ്, എന്താ പറയാ വെന്റിലേറ്റർ റിമൂവ് ചെയ്യാം നമുക്ക്. കാരണം എന്താന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ബോഡി സ്റ്റിഫായി പോകും. വെന്റിലേറ്റർ റിമൂവ് ചെയ്താൽ ആള് മരിച്ചു പോകും, സ്റ്റിഫാവും. അപ്പൊ അദ്ദേഹത്തിന്റെ മൂത്ത മകള് ഓൺ ദ വേ ആണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മകളൊന്ന് വന്ന് ജസ്റ്റ് അച്ഛനെ ഒന്ന് കണ്ടോട്ടെ ജീവനോടെ. അപ്പോ ഡോക്ടർ പറഞ്ഞു, അല്ല, ഞങ്ങളത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ബോഡി സ്റ്റിഫായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അപ്പോ ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരികയാണ്. ഈ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു എനിക്ക് അദ്ദേഹം. അദ്ദേഹത്തെ എന്താ ചെയ്യേണ്ടത്, റിമൂവ് ചെയ്യണം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു റിമൂവ് ചെയ്തു, അതാണ് എന്റെ ഏറ്റവും പ്രാക്ടിക്കൽ വശം. അങ്ങനെ റിമൂവ് ചെയ്തു, അദ്ദേഹം മരിച്ചുപോയി. വീണ്ടും ട്രാഫിക്കിലേക്ക് തിരിച്ചു വന്നു.
ട്രാഫിക്കിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ അതേവരെ എഴുതിയ ഫസ്റ്റ് ഹാഫ്, അതിലെ ഒരു ഹോസ്പിറ്റൽ പോർഷൻ ഉണ്ട്. ആ പോർഷൻ യഥാർത്ഥത്തിൽ എന്റെ ഇമാജിനേഷനിൽ മാത്രം നടക്കുന്നതാണെന്നും യഥാർത്ഥ ജീവിതത്തിൽ അതൊന്നും അല്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ ഫസ്റ്റ് ഹാഫ് തിരുത്തി. കാരണം ആ 7 ഹോസ്പിറ്റലിലുള്ള ഒരു 5-6 ദിവസം, ആ 5-6 ദിവസത്തെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായി ഈ എഴുതി വെച്ചിരിക്കുന്ന സീൻസ് ഒക്കെ സിനിമകളിൽ മാത്രം നടക്കുന്നതാണ്. അപ്പൊ ആ സീനുകളെല്ലാം മാറ്റി ഞാൻ എന്റെ മുമ്പിൽ കണ്ട ജീവിതമാണ് അതിലെ ആ സീനിലേക്ക് എടുത്തിട്ടത്. വീണ്ടും മുമ്പോട്ട് പോകും. അങ്ങനെ എന്താ പറയാ, താരങ്ങൾ റെഡിയാകുന്നു, ഡേറ്റുകൾ റെഡി. സിനിമയ്ക്കൊരു വല്ലാത്തൊരു അപകട സമയം എന്ന് പറയുന്നത് ഈ വിതരണക്കാര്, നിർമ്മാതാക്കൾ, താരങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു വലിയ ചെങ്ങലയുള്ളത് കൊണ്ട് ഒരുതരം എലിക്കണിയിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ്. തിയേറ്റർ അവിടെ ബ്ലോക്ക് ചെയ്തു, താരങ്ങളുടെ ഡേറ്റ്, ഇതൊക്കെ നമ്മളിങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുവിധം ഏകദേശം ക്ലൈമാക്സ് ഒക്കെ കിട്ടി എഴുതി അതിന്റെ ഒരു സമാധാനത്തോടെ ഞാനും രാജേഷും തിരുവനന്തപുരത്തേക്ക് പോകുന്നു. രാജേഷ് പിള്ള എന്ന് പറയുന്ന ഈ സിനിമയുടെ സംവിധായകനാണ്. തിരുവനന്തപുരത്തേക്ക് പോയി രാജേഷാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങൾ ഓടിച്ചു പോകുമ്പോൾ ഇങ്ങനെ ചർച്ചയുടെ ഒരു മൂർധന്യത്തിൽ പെട്ടെന്ന് എന്തോ ശബ്ദവും കേട്ടു, വണ്ടി നിന്നും പോയി. ഞങ്ങളുടെ മുമ്പിൽ ഒരാൾ കിടക്കുകയാണ് ചോരയിൽ കുളിച്ച്. അപ്പം ജീവിതത്തിൽ ഇതുകൂടിയൊക്കെ സംഭവിക്കാനുണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇയാളെ അടുത്ത് ഇയാളുടെ എന്താ പറയാ വീട്ടുകാരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങേര് ജീവിക്കുവോ മരിക്കുവോ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് കേസുമായിട്ട് രാജേഷിന്റെ പിന്നാലെ ആള് നിൽപ്പുണ്ട്, ഇപ്പൊ അറസ്റ്റ് ചെയ്യും, കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ ആള് നിൽപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഈ സിനിമ എഴുതി തീർന്നു. ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി എല്ലാം സുഗമമായിട്ട് പോകുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ പോകും. അപ്പൊ ഇതിലൊരു പ്രധാന കഥാപാത്രം, സിനിമ കണ്ടവർക്കറിയാം, ഇതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യേണ്ടത് ജോസ് പ്രകാശാണ്. നിങ്ങളൊരു പക്ഷേ മുതലക്കുഞ്ഞെന്നും മിസ്റ്റർ പെരേര എന്നും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തെ പറ്റി അറിയുന്നത്. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ കാലഘട്ടത്തിലെ ഒരു വലിയ നടനാണ്. ഇതിനേക്കാൾ ഉപരി എന്റെ വല്യച്ഛനാണ് അദ്ദേഹം, എന്റെ അച്ഛന്റെ സഹോദരനാണ്. അപ്പോ അദ്ദേഹമാണ് ആ ക്യാരക്ടർ ചെയ്യാനിരുന്നത്. ആ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉദ്യമത്തിലേക്ക് ഒരു ഹോൾ പോലീസ് ഫോഴ്സിനെ, ആ ഉദ്യമത്തിന് പ്രചോദനം കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത. അപ്പോ അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ എല്ലാം നിശ്ചയിച്ച് അദ്ദേഹത്തിന്റെ ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയി ഐസിയുയിൽ അഡ്മിറ്റ് ആയി. വീണ്ടും അടുത്ത പ്രശ്നം. അപ്പോ പിറ്റേന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോ അദ്ദേഹം ഇല്ല, അദ്ദേഹം ഐസിയുലാണ്. അദ്ദേഹം ഐസിയുവിൽ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒന്നാമത് 85 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പഴയ നടൻ മധു സാറിനെ സമീപിച്ചു. പക്ഷെ മധു സാർ പറഞ്ഞില്ല, അത് അദ്ദേഹം തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചു, ജോസ് പ്രകാശ്. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഞാൻ തന്നെ ഇത് ചെയ്യും, നിങ്ങൾ 1.5 ആഴ്ചയ്ക്കുള്ളിൽ എപ്പോ വേണമെങ്കിൽ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തോളൂ, ഞാൻ തന്നെ ഈ സീൻ ചെയ്യും. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്, കാരണം ഒട്ടും അഡ്വൈസബിൾ അല്ല അത്രയും ഒരു അവസ്ഥ. പക്ഷെ ഞാൻ ജോസ് പ്രകാശിന്റെ കൂടെ തന്നെ നിന്നു. 1.5 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം വരികയും 2 മണിക്കൂറിനുള്ളിൽ ഏകദേശം ഒരു 8-9 പേജുള്ള ഒരു സീൻ അദ്ദേഹം അഭിനയിച്ചു തീർക്കുകയും ചെയ്തു. അങ്ങനെ ട്രാഫിക്കിന്റെ ഷൂട്ടിംഗ് തീർന്ന സമയത്താണ് എനിക്ക് എന്റെ പ്രതിഫലത്തിന്റെ അവസാന ഗഡു എനിക്ക് കിട്ടുന്ന ദിവസം. എഴുതിയതിന് പ്രതിഫലത്തിന്റെ അവസാന ഗഡു കിട്ടുന്ന ദിവസമാണ്. ഞാൻ പത്രത്തിലൊരു വാർത്ത കാണുകയാണ്, ഒരു കുട്ടി ചികിത്സാ സഹായം വേണം എന്ന് പറഞ്ഞൊരു വാർത്ത കാണുകയാണ്. അപ്പൊ ഞാൻ ഈ പ്രതിഫലം എന്താ പറയാ, എനിക്ക് ഓർമ്മ വന്നത് എന്റെ കുട്ടി സർജറിയിൽ കിടന്ന ഒരു സമയമാണ്. എന്റെ കുട്ടി സർജറിയിൽ കിടന്നപ്പോ അവളുടെ സർജറി നടത്താനുള്ള പണവും സാഹചര്യവും എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ നാളെ എനിക്കതുണ്ടാകുന്നു വരില്ല. അപ്പൊ ഈ ഗഡു ഞാൻ ഈ കുട്ടിയുടെ ചികിത്സാ ചെലവിന് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ഫാദറിനെ പോയി കണ്ട് സംസാരിച്ചു, അത് കൊടുത്തു. അങ്ങനെ ഈ സിനിമ റിലീസായി. എന്ന് ഇത്രയും കഥ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിലേത് ദുരന്തമാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇതിലെല്ലാം ഈ ദുരന്തങ്ങളെല്ലാം ഞാനിപ്പോ എന്നെ ഹാപ്പിയാക്കാണ്. കാരണം ഈ ദുരന്തങ്ങളില്ലായിരുന്നെങ്കിൽ ട്രാഫിക് ആവില്ലായിരുന്നു. ഇതിന്റെ അനുഭവങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്കതൊരു വലിയ പാഠമായിരുന്നു. കാരണം ലൈഫ് ഇത് എനിക്ക് മാത്രം സംഭവിച്ച കാര്യമൊന്നുമല്ല. ഇത് ഏറ്റവും വലിയ തീവ്രാനുഭവമാണെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് അല്ലെങ്കിൽ ഇതിനേക്കാൾ തീവ്രത ഏറിയത് അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞത് എന്നുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഈ അനുഭവങ്ങളെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റിയാൽ, ട്രാഫിക്കിൽ ഞാൻ ഉപയോഗിച്ചതുപോലെ, ട്രാഫിക് ഇന്ന് ഒരുപാട് എനിക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നുണ്ട്. ആ അഭിനന്ദനങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നത് എന്റെ ദുരന്തങ്ങൾക്കാണ്.
ഈ അനുഭവിച്ച ദുരന്തങ്ങൾക്കും ഈ അനുഭവിച്ച ദുഃഖങ്ങൾക്കുമാണ്. അന്ന് ഞാനിതൊക്കെ ദുഃഖമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇന്ന് അതാണ് എന്റെ അസറ്റ്സ്. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ അതാണ് എന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് നാളത്തെ എന്റെ പരാജയവും നാളത്തെ ഇതിനേക്കാൾ അപ്പുറം ഒരു ദുരന്തമുണ്ടായാലും ഈ പറയുന്ന ദുരന്തങ്ങളെ എന്റെ മരുന്നുകളാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇത് തന്നെയാണ്. ഇതൊരു സന്ദേശമായിട്ടോ മെസ്സേജായിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതം നിന്നുപോയി, അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നും. ആ പ്രശ്നത്തെ ഒന്ന് ഒരു 180 ഡിഗ്രിയിൽ ഒന്ന് തിരിച്ചു നോക്കിയാൽ, ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് എ ട്രാജഡി ഫ്രം ക്ലോസ് ഷോട്ട് ബട്ട് ഇറ്റ്സ് എ കോമഡി ഫ്രം ലോങ് ഷോട്ട്. അപ്പോ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ള പോലെ ഇരിക്കും. ഈ പ്രശ്നങ്ങളെ നമ്മുടെ അസറ്റായിട്ടെടുത്ത് നമ്മളെ കൂടുതൽ നമുക്ക് നമ്മുടെ ഒപ്പം കരഞ്ഞവരെ നമ്മൾ ഓർക്കും. പക്ഷെ നമ്മുടെ ഒപ്പം ചിരിച്ചവരെ നമ്മൾ ഓർക്കണമെന്നില്ല. നമ്മളുടെ ഒപ്പം നിന്ന് കരഞ്ഞവരെ നമ്മൾ എപ്പോഴും ഓർക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. ഇത് മണ്ടത്തരമെന്നായിരിക്കും ചിലപ്പോൾ കേൾക്കും തോന്നും. പക്ഷെ ഈ കൂടുതൽ പ്രശ്നം നിങ്ങളെ പരാജയമായിക്കോട്ടെ, ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പ്രണയഭംഗമായിക്കോട്ടെ, അത് എന്തായാലും അത് നമ്മളെ കൂടുതൽ ശക്തരാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്റെ അനുഭവം അതാണ്. അപ്പോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ ഒരു തോട്ടാണത്. ഈ പ്രശ്നങ്ങളാണ് എന്നെ നയിക്കുന്നത്. ഇനിയും പ്രശ്നങ്ങളുണ്ടാകും, ഇനിയും പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷെ അതിനെ ഏറ്റവും അതിന്റെ അസറ്റ്സ് ആയിട്ട് വരട്ടെ, അല്ലെങ്കിൽ ദുരന്തങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് അപകടം ഉണ്ടാകട്ടെ, വീണ്ടും എന്റെ കുട്ടിക്ക് സർജറി ഉണ്ടാവട്ടെ എന്നൊന്നും പ്രാർത്ഥിക്കാന്നല്ല ഇതിനർത്ഥം. പക്ഷെ ദുരന്തങ്ങൾ വരും പോലെ വരട്ടെ. ലെറ്റ് ലൈഫ് ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ് എന്ന് പറയില്ലേ, അതാണ്. പിന്നെ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ, അതിന്റെ വിജയം ഞാൻ ഒരാൾക്ക് സമർപ്പിക്കുകയാണ്. കാരണം എന്റെ പ്രതിഫലത്തിന്റെ അവസാന ഗഡു ഞാൻ കൊടുത്ത ആ പെൺകുട്ടി, ആ കുട്ടി മരിച്ചുപോയി എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു, ഇന്നത്തെ മനോരമ പത്രത്തിൽ. ഞാൻ ആ കുട്ടിക്ക് സമർപ്പിക്കുകയാണ് എന്റെ ഈ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയുടെ വിജയം. അപ്പോൾ ഞാൻ പറയാണ്, ദുരന്തങ്ങളെ